നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അത് അവരുടെ ജോലിയല്ലേ? അതിനവരോട് പകരം ചോദിക്കാൻ നടന്നിട്ട് എന്താ കാര്യം? ഗിരിയെ ഓരോ തവണ പോലീസുകാരെ അപമാനിക്കുമ്പോഴും നമ്മുടെ അച്ഛനെ കൂടി അപമാനിക്കുന്നേ, അതെനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. സാർ, ഇതിനകത്ത് റേഞ്ച് ഇല്ലാത്തോണ്ട് ഒന്ന് ഫോൺ ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാ. അപ്പോഴാ മഞ്ജു ബോധം കെട്ട് കിടക്കുന്ന കണ്ടത്. എന്തായാലും നാട്ടുകാർ കാണുന്നതിന് മുമ്പ് താൻ കണ്ടത് നന്നായി, ഇല്ലെങ്കിൽ നാണക്കേടായി പോയനെ. ബോധം തെളിഞ്ഞിട്ടും ശാരദേച്ചി എഴുന്നേറ്റ് വന്നെന്നൊക്കെ പിച്ചും പേയും പറയുമായിരുന്നു. ആഹാ, ദേ നമ്മുടെ ഉരുക്കവരുത് എത്തിയല്ലോ. കേറി പോ മഞ്ജു മോളെ. നിങ്ങൾക്കിതല്ല ഒരു തമാശയായിട്ട് എങ്ങനെ കാണാൻ പറ്റുന്നത്? ഇന്നലെ പോസ്റ്റ് വിട്ടിട്ട മഞ്ജു ഓടിപ്പോന്നത്. അതെത്ര ഗുരുതരമായ വീഴ്ചയാണെന്ന് ഞാൻ പറയാതെ തന്നെ സാറിന് അറിയാലോ. അവൾക്കൊരു അബദ്ധം പറ്റിയതല്ലോടൂ, ക്ഷമിച്ചു കളാ. അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവാ സാറേ? ശവത്തിന് കാവൽ നിൽക്കാൻ പോലും ധൈര്യമില്ലാത്തവള് എങ്ങനെയാ സാറേ പോലീസിൽ ജോലി ചെയ്യാ? സാറും മഞ്ജുവിനെതിരെ എന്തെങ്കിലും നടപടി എടുത്തേ പറ്റൂ. അങ്ങനെ നടപടി എടുക്കുകയാണെങ്കിൽ ഫ്രാൻസിസ് സാറിനെതിരെ എടുക്കണ്ടേ? സാറ് സിഗരറ്റ് വാങ്ങിക്കാൻ പോയപ്പോഴല്ലേ മഞ്ജു തനിച്ചായത്? അപ്പൊ സാറും പോസ്റ്റ് വിട്ടിട്ടല്ലേ പോയത്? അത് ശരിയാണല്ലോ ഫ്രാൻസിസെ, ഒരാൾക്കെതിരെ മാത്രം നടപടി എടുക്കുന്നത് ശരിയല്ല. ഫ്രാൻസിസ് സാറേ, വെറുതെ എന്തിനാ പ്രശ്നത്തിന് പോകുന്നത്? ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ലെന്ന് പറയുന്നതാ നല്ലത്. അതെ, എന്തായാലും ശാരദേച്ചി ആത്മഹത്യ ചെയ്തതാണെന്ന് തെളിഞ്ഞല്ലോ. കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. ഇപ്പൊ എല്ലാവരും കൂടി ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാ ചെയ്തോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ കൊച്ച് നമ്മുടെ സ്റ്റേഷന് വലിയൊരു ബാധ്യതയാവും. അന്ന് നമ്മളെല്ലാവരും തന്നെയായിരിക്കും അനുഭവിക്കാൻ പോകുന്നത്. സോറി സർ. സാരമില്ല മോളെ, ആദ്യമൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. പതുക്കെ മോളെല്ലാം പഠിച്ചോളൂ. അല്ല, നീ എങ്ങനെ ശാരദേച്ചിയുടെ വീട്ടിൽ നിന്ന് ഇവിടെ വരെ എത്തിയത്? പറ, എങ്ങനെയാ? അത് ഒരാള് ലിഫ്റ്റ് തന്നതാ. ആരാ ലിഫ്റ്റ് തന്നെ? ഗിരിയേട്ടൻ. ഗിരിയോ? അതെ സാറേ, സംശയം ഉണ്ടെങ്കിൽ CCTV ഫൂട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ഗിരിയേട്ടൻ മഞ്ജുവിനെ ബൈക്കിൽ കൊണ്ടുവിടുന്നത് വ്യക്തമായിട്ട് കാണാം. ഗിരിയേട്ടിന് പൊതുവെ കാക്കിയിട്ടവരോട് ദേഷ്യമാണല്ലോ. പിന്നത്തെ ഇവളെ മാത്രം സഹായിക്കാനുള്ള മനസ്സ് വന്നത്? ഗിരി അത് എന്നെ സഹായിക്കാൻ വേണ്ടി ചെയ്തൊന്നുമല്ല. ഞാനൊരു നല്ല പോലീസ് അല്ലെന്ന് തെളിയിക്കാൻ വേണ്ടി ചെയ്തതാ. എന്തായാലും ഗിരിയുടെ ബൈക്കിന് പുറകിലിരിക്കുന്ന ആദ്യത്തെയും അവസാനത്തെയും പോലീസ് മഞ്ജു ആയിരിക്കും.
ഇന്നത്തെ ദിവസം മുഴുവൻ ആ ഗിരിയുടെ കാര്യവും പറഞ്ഞ് അവരെന്നെ കളിയാക്കുമായിരുന്നു. അതിനിപ്പ എന്താ? ചേച്ചി അവര് പറയുന്നതല്ല ഏറ്റെടുക്കണം. ഗിരിയേട്ടന് ഇഷ്ടമാണെന്ന് പറയണം. അപ്പൊ പിന്നെ അവര് കളിയാക്കുന്ന നിർത്തും. ദേ, സ്റ്റേഷനിലുള്ളവരുടെ വക ഒരു റൗണ്ട് കഴിഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പൊ നിന്റെ വകയുള്ള കളിയാക്കലും കൂടി എനിക്ക് കേൾക്കാൻ വയ്യ. ഇതൊക്കെ ഒരു തമാശയല്ലേ ചേച്ചി? എനിക്കിതൊരു തമാശയല്ല. ഇന്നാ ഫ്രാൻസിസും പറഞ്ഞു ഞാൻ ആ സ്റ്റേഷനിലുള്ളവർക്ക് ഒരു ബാധ്യതയായി മാറുന്നു. എന്നെ ഒരു കഴിവ് കേട്ടവളായിട്ടാ എല്ലാവരും കാണുന്നത്. അവിടെ ഉള്ളവരെല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും മാധവൻ സാറിന് എങ്ങനെയാ ഇങ്ങനെ ഒരു മകൾ ഉണ്ടായെന്ന്. അങ്ങനെയൊന്നും ആരും ചിന്തിക്കില്ല. ചേച്ചി അച്ഛന്റെ മകളാണെന്ന് ആരുടെ മുന്നിൽ തെളിയിക്കേണ്ട ഒരു ആവശ്യമില്ല. ചേച്ചിക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ചെയ്യേണ്ടി വരുവാണെങ്കിൽ വേറൊന്നും നോക്കണ്ട. ആ ജോലി രാജിവെച്ചിട്ടെങ്കി പോരെ. ആണോ? എന്നിട്ട് നമ്മൾ എങ്ങനെ ജീവിക്കും? അതിനെക്കുറിച്ചൊന്നും ചേച്ചി വിഷമിക്കണ്ട. നമുക്ക് വേറെന്തെങ്കിലും ജോലി ശരിയാക്കാം. ഏത് ജോലി ചെയ്യുമ്പോഴും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതിനെയൊക്കെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം ഞാൻ കാണിക്കണം. നീ പറഞ്ഞതുപോലെ വേറെ ആരെയും എനിക്കൊന്നും തെളിയിക്കേണ്ട കാര്യമില്ല. പക്ഷേ അച്ഛൻ എന്റെ മീതെ വെച്ചിരിക്കുന്ന വിശ്വാസം എനിക്ക് കാത്തു സൂക്ഷിക്കണം. ഈ കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് നോക്കാൻ കഴിയുമെന്ന് എനിക്ക് കാണിച്ചു കൊടുക്കണം. എനിക്ക് വേണ്ടിയല്ലേ ചേച്ചി ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യുന്നേ? അതിനിപ്പോ എന്താ? നീ നന്നായിട്ട് പഠിച്ച് ഡോക്ടറായി കഴിഞ്ഞാ ഞാൻ സർവീസിൽ നിന്ന് ഒരു വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തോളാം. പിന്നെ നിനക്ക് കിട്ടുന്ന ശമ്പളവും എനിക്ക് കിട്ടുന്ന പെൻഷനും കൊണ്ട് നമുക്ക് സുഖമായിട്ടങ്ങ് ജീവിക്കാം. എന്താ പോരെ? മതി. വാ, കിടക്കാം. മുഖ്യമന്ത്രിയുടെ കോൺവേ നമ്മുടെ സ്റ്റേഷൻ പരിധിയിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ സെക്യൂരിറ്റിയുടെ ഉത്തരവാദിത്തം നമുക്കാണുള്ളത്. ഒരു തരത്തിലുള്ള വീഴ്ചയും സംഭവിക്കരുത്. മുഖ്യമന്ത്രിയുടെ കോൺവേ പാസ് ചെയ്യുന്നത് വരെ ഒരു കാരണവശാലും ആരും അവരവരുടെ പോസ്റ്റിൽ നിന്നും മാറരുത്. എന്താ മോളെ ഇത്? ഇങ്ങനെ സ്ഥിരമായി ലേറ്റായാൽ ശരിയാവില്ല കേട്ടോ. സോറി സാർ. സെക്യൂരിറ്റി ഡീറ്റെയിൽ ആയിട്ടാണ് ഇന്ന് ഡ്യൂട്ടി. നിങ്ങൾ എവിടേക്ക് നിൽക്കണമെന്നുള്ള ഡീറ്റെയിൽസ് ഫ്രാൻസിസ് തരും. ഓക്കെ സർ. ഞാൻ സിയെ കണ്ടിട്ട് നേരിട്ട് പോസ്റ്റിലെത്തിക്കോളാം. ശരി.